ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്ന കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോർമൽ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ അലർട്ടായിരിക്കാം, ആർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ക്യാൻസർ ഇപ്പോൾ സമൂഹത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പല പല ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ ഏത് ഓർഗനും ബോഡിയിൽ എവിടെ വേണമെങ്കിൽ ക്യാൻസർ വരാം. ഫ്രം ഹെഡ് ടു ഫുഡ് എടുത്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിൽ വരാം. ബ്രെയിനിൽ വരാം, സ്കിന്നിൽ വരാം, തൊണ്ടയിൽ വരാം, മൗത്ത്, ഓറൽ കാവിറ്റി, കണ്ണ്, മൂക്ക്, ഇവിടെയൊക്കെ വരാം. നേസൽ സൈനസ് വരാം, ലങ്സിൽ വരാം, ലിവർ വരാം, സ്പ്ലീനിൽ ഉണ്ടാവാം, നോഡിൽ ഉണ്ടാവാം, ഓവറിൽ ഉണ്ടാവാം, അണ്ടാശയിൽ ഉണ്ടാവാം, വൻകുടൽ ഉണ്ടാവാം, ചെറുകുടൽ ഉണ്ടാവാം, യൂട്രസ് ഉണ്ടാവാം, സെർവിക്സിൽ ഉണ്ടാവാം, ബോണിൽ ഉണ്ടാവാം. അപ്പോൾ ദർ ഇസ് നോ ആകെ ഹാർട്ടിന് മാത്രം കാർഡിയാക് മസിലിൻ്റെ ക്യാൻസർ ഉണ്ടാവില്ല. ഹാർട്ട് മാത്രമേ ക്യാൻസർ ഒഴിവായിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും ക്യാൻസർ വരാം. ഇപ്പോൾ ഹാർട്ടിന് പിന്നെ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല സെല്ലുകൾക്ക്, അതുകൊണ്ട് അവിടെ ഉണ്ടാവില്ല. ബാക്കി എല്ലായിടത്തും ഈ അസുഖം വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ഏറ്റവും ബോഡിയിൽ ഇപ്പോൾ ഓവറി അണ്ടാശയം നമുക്ക് കാണാൻ പറ്റില്ല. വളരെ ഉള്ളിൽ കിടക്കുന്ന ചെറിയൊരു ഓർഗനാണ്, ചെറിയ സൈസ് സാധനമാണ്. അപ്പോൾ അവിടെ ഒരു ക്യാൻസർ ഒന്നും ആദ്യം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറേ വലുതാകുമ്പോഴാണ് അത് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഓവറിയും ക്യാൻസർ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പാങ്ക്രിയാസ് ഗ്ലാൻഡ് ഉണ്ട്. പാങ്ക്രിയാറ്റിക് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ വയറിനുള്ളിൽ കിടക്കുന്ന ചെറിയ ഗ്ലാൻഡാണ്. അവിടെ വന്നിട്ട് അറിയാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അത് വന്ന് വലുതായി പുറത്ത് കിടപ്പോഴാണ് അറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവുന്നത്. പക്ഷേ സ്ഥാനാർബുദമുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അതാണ് സ്ത്രീകളുടെ ക്യാൻസറിൻ്റെ 40% ബ്രസ്റ്റ് ക്യാൻസറാണ്. 100 സ്ത്രീകളുടെ ക്യാൻസർ ഉണ്ടെങ്കിൽ 40 ബ്രസ്റ്റ് ക്യാൻസർ. അതും കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. ചെറിയ മുഴ കാണാം, കല്ലിപ്പ് കാണാം, തൊലിപ്പുറത്ത് മരങ്ങൾ കാണാം, കക്ഷത്ത് കാല കാണാം. ഈ സംഭവം കണ്ടുപിടിക്കാവുന്ന കാര്യമാണ്. അതിപ്പോൾ അൾസർ ഉണ്ടാവാം, തൊലി കുറച്ച് ഡിസ്കളറേഷൻ വരാം. ഇത് കണ്ടുപിടിക്കാവുന്ന സംഭവമാണ്. പക്ഷെ സമൂഹത്തിൽ ഇതൊക്കെ അറിഞ്ഞാലും ആരും കാണിക്കാൻ വരില്ല. അതുകൊണ്ടാണ് ഒന്ന് പേടികൊണ്ടാണ് കാണിക്കാൻ വരാത്തത്. വേറെന്താ റീസൺ? വേദന ഉണ്ടാവില്ല. ആദ്യകാലത്ത് മുഴയ്ക്ക് വേദന ഉണ്ടാവില്ല. ചെറിയൊരു കല്ലിപ്പ് മാത്രമേ ഉണ്ടാവില്ല. ചെറിയ മുഴയായിരിക്കും, സ്റ്റാർട്ടിങ് സ്മോൾ മുഴയായിരിക്കും. ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് ഡോക്ടർ അത് ചെറിയ മുഴയായതുകൊണ്ട് കാണിക്കാൻ വന്നില്ല എന്ന് പറയും. അടുത്ത വന്ന വാക്കാണ് വേദന ഉണ്ടായില്ല, അവിടെ കാണിക്കാൻ പോയില്ല എന്ന് പറയും. വേദനൻ്റെ ഉടനെ എത്തുന്നതായിരിക്കും. എനിത്തിങ് വിച്ച് ഇസ് പെയിൻഫുൾ. ഒരു വേദന ഉണ്ടാകണം എന്ത് ഇഷ്ടം പെട്ടെന്ന് അതിലെത്തും. ഒരു ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പാഞ്ഞെത്തും. അപ്പോൾ ഈ വേദന ഇല്ലാത്ത മുഴയായതുകൊണ്ട് കാണിക്കാൻ ഒരു മടി കാണിക്കും. ഇപ്പോൾ സ്ത്രീകളെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന മുഴയാണത്. പക്ഷേ പലപ്പോഴും ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ട് കാണിക്കാൻ വരില്ല. വേറൊരു വാക്ക് പറഞ്ഞു വെച്ചാൽ, ഞാൻ കാണിക്കാൻ പോയി, ബയോപ്സി എടുക്കാൻ പറഞ്ഞു, അതുകൊണ്ട് പിന്നെ പോയില്ല എന്ന് പറയും. പലർക്കും മിഥ്യാധാരണ ഉണ്ട്. ബയോപ്സി എടുത്താൽ ക്യാൻസർ സ്പ്രെഡ് ആവുന്ന മിഥ്യാധാരണ ഉണ്ട്. ബയോപ്സി എടുത്താൽ ക്യാൻസർ സ്പ്രെഡ് ആവില്ല. ബയോപ്സി എടുത്താൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതെ, ക്യാൻസർ എന്ന വാക്ക് ഉറപ്പിച്ച് സ്ഥിരീകരിക്കണമെങ്കിൽ ബയോപ്സി വേണം. കോശങ്ങൾ നോക്കണ്ടേ? ഇത് കോശങ്ങളുടെ അസുഖമാണ്. അപ്പോൾ കോശങ്ങൾ നോക്കിയിട്ട് അതിന് ആണ് നമ്മൾ ക്യാൻസർ എന്ന വാക്ക് പറയുന്നത്. അപ്പോൾ ഇവിടേക്കാണ് പല മിഥ്യാധാരണകൾ നിൽക്കുന്നത്. പിന്നെ സമൂഹത്തിൽ വേറെ പല മിഥ്യാധാരണകളുണ്ട്. ഡോക്ടർ അത് ക്യാൻസർ അറിഞ്ഞു, പക്ഷേ ഞങ്ങൾ വേറെ ഒറ്റമൂലി കഴിക്കാൻ പോയി എന്ന് പറയും. അങ്ങനെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ബിക്കോസ് ക്യാൻസറിന് വളരെ പേടി വരികയാണ്. ഒന്നാമത് അത് കീമോതെറാപ്പി വരുന്നു, മുടി ഒഴിഞ്ഞു പോകുന്നു, വായിൽ പുണ്ണ് വരുന്നു. ഇതൊക്കെ കാണുന്ന ആൾക്കാർ പേടിയാണ്. കുറേയൊക്കെ അത് പേടി മാത്രമാണ്. ഇപ്പോഴത്തെ കാലത്ത് നൂതനമായ ചികിത്സാ സൗകര്യങ്ങളും ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. കോംപ്ലിക്കേഷനെ സപ്പോർട്ടീവ് കെയർ ഉണ്ട്. അത് കൊടുത്ത് ചികിത്സിക്കാൻ സപ്പോർട്ടുണ്ട്. പാർശ്വഫലങ്ങളിൽ പ്രോപ്പറായി കെയർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പണ്ട് കാലത്തെ പോലെയല്ല. അതുപോലെ കൊണ്ട് കുറേയധികം ഓങ്കോളജിയിൽ വലുതായി പോയി. കുറേ ചികിത്സകൾ വന്നു, ചികിത്സ സൗകര്യങ്ങൾ വന്നു. പലപ്പോഴും അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ഈ കോംപ്ലിക്കേഷൻ ഉണ്ടായാലും അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ചെറിയ പാർശ്വഫലത്തിൽ പലപ്പോഴും പറഞ്ഞു. അടുത്ത ഭാഗം പറഞ്ഞാൽ ഡോക്ടറെ മുടി ഒഴിഞ്ഞ് പോയി ഞാൻ ചികിത്സിക്കാൻ പോലും എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ്. ഭയങ്കര ഹൈലി മോട്ടിവേറ്റഡ് ആണ്, ഭയങ്കര എല്ലാ കഴിവുകളും ഉണ്ട്. അവർക്ക് ചെറിയ ബ്രസ്റ്റ് ലംബ് വന്നിട്ട് കാണിക്കാൻ വന്നിട്ടായിരുന്നു. മുഴ വന്നിട്ട് കാണിക്കാൻ വന്നു, എന്താണെന്ന് ഉറപ്പാക്കി. അത് കഴിഞ്ഞ് പിന്നെ അവർ 4 കൊല്ലം കഴിഞ്ഞാൽ മടങ്ങി വരുന്നത്. ഒരു ചികിത്സയും പോയിട്ടായിരുന്നു. അവർ പറഞ്ഞ വാക്കാണ്, ഞങ്ങൾക്ക് മുടി ഒഴിഞ്ഞു പോകും, സ്കൂളിൽ പോകാൻ കഴിയില്ല, ഒരു ക്ലാസ് എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ പല കാര്യം പറഞ്ഞാണ് ഒഴിഞ്ഞു മാറിയത്. അപ്പോൾ ദാറ്റ് ഈസ് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ വരുന്നത് അങ്ങനെ ബാക്ക് പെയിനായിട്ട് പുറമേനായിട്ട് വന്നത്, നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും പിന്നെ അത് അസുഖം സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യകാലത്ത് ഇത് മാറ്റാവുന്ന ഒരു അസുഖമായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഒരു മാനസികമായിട്ടുള്ള കറയില്ലായ്മയും പിന്നെ സമൂഹത്തിൽ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതൊരു സത്യമാണ്. സമൂഹത്തിൽ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പല ലേഡീസിനും മുടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുറച്ച് പോയി തന്നെ സങ്കടമായിരിക്കും അല്ലേ? പക്ഷെ ഇപ്പോൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. മുടി ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് വെച്ചാൽ മതി. നല്ല മുടി വാങ്ങിക്കാൻ കിട്ടില്ല. ഇപ്പോഴത്തെ കാണുന്നേക്കാൾ നല്ല മുടി വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ മുടി നല്ലൊരു പ്രശ്നമാകാൻ പാടില്ല. മുടീനെ പറ്റി ചിന്തിക്കാനേ പാടില്ല. പിന്നെ പല സ്ത്രീകൾക്ക് മുടിയൊക്കെ കുറെ കട്ട് ചെയ്ത് കളയുന്നവരുണ്ട് ധാരാളം പേര്.
ഇപ്പൊ മുടിയെന്ന് വെച്ച് പേടിക്കാൻ പാടില്ല. അതൊരു ആ ടീച്ചറെ എപ്പോഴും ഓർമ്മ പറയാൻ കാരണം ടീച്ചർ വളരെ ഞാൻ സംസാരിച്ചിട്ടും ടീച്ചർ ഒരേ ഒരു കമന്റ് ആയിരുന്നു, എനിക്ക് സ്കൂളിൽ പോകണം, മുടി ഇല്ലാതെ പോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു മുടികൾക്ക് എന്തായാലും മടങ്ങി വരും, മുടി ചികിത്സ കഴിഞ്ഞാൽ മുടിയൊക്കെ മടങ്ങി വരും. ഇപ്പോൾ ആ ടീച്ചർ സമ്മതിച്ചില്ല. ലാസ്റ്റ് അത് ചികിത്സയ്ക്ക് ചികിത്സിക്കാതെ കാത്തു വെച്ച് കൂടുതലായി വന്നത്. പിന്നെ പലപ്പോഴും അമ്മമാർ വരുന്ന വാക്കാണ്, അമ്മമാരെപ്പോ പറയും ഒരു അമ്മയുടെ ലിസ്റ്റ് ഭയങ്കര തമാശ ലിസ്റ്റാണ്. അമ്മ പറയുന്നത് മഴ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ കൊച്ചിന് കല്യാണ സമയമായിരുന്നു. അപ്പൊ അത് കല്യാണം കഴിയുന്നവരെ കാണിച്ചില്ല, അത് കഴിഞ്ഞ് പിന്നെയും കാണിച്ചില്ല, പിന്നെയും പേടി നിൽക്കാണ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും വെച്ചിട്ട്. ആ കൊച്ചിനെ അവര് പ്രഗ്നന്റ് ആയി ഡെലിവറിക്ക് ആയിട്ട് അതും കഴിഞ്ഞിട്ടാണ് അമ്മ വരുന്നത്. ദാറ്റ് മീൻസ് അത്രയ്ക്കും ആൾക്കാർ അലേർട്ടാണ്. പലരും കാണിക്കാൻ പോകില്ല. കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന പല ഫാമിലി ഇഷ്യൂസും കോംപ്ലക്സ് കാര്യങ്ങളാണ്. സോഷ്യൽ ഇഷ്യൂസും സോഷ്യൽ സ്റ്റിഗ്മാസ് ഉണ്ട്. പലപ്പോഴും അവിടേക്ക് ചെറുപ്പം അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, കല്യാണം വല്ലാതെ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായി വീട്ടിൽ പോയ അമ്മയുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് അങ്ങനെ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ സമൂഹത്തിലുണ്ടെന്ന് അർത്ഥം. ഇതൊക്കെ മിഥ്യാധാരണ മാത്രമാണ്. ഏതൊരാളായാലും അയാളുടെ ലൈഫ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് അയാളുടെ ഹെൽത്താണ്. പിന്നെ ഞാനായാലും വേറെ ഏതൊരു ആളായാലും ഏത് പൗരനായാലും സമൂഹത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അയാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അയാളുടെ ആരോഗ്യം മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഉള്ളൂ. ബാക്കിയുള്ള നമ്മൾ ഹെൽത്തായാലും ജോലിയായാലും കരിയറായാലും ഇതെല്ലാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബിക്കോസ് നിങ്ങളുടെ ഹെൽത്തിൻ്റെ മാത്രമേ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ബാലൻസ് ജീവിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ സപ്പോർട്ട് ചെയ്യാനും ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണം, ഹെൽത്ത് വേണം അല്ലേ. ഹെൽത്ത് ഉള്ള സമയത്ത് നിങ്ങളുടെ ഹെൽത്തുള്ള ഇഷ്യൂസ് ഒന്ന് കാണിക്കണം. പോയി കാണിച്ച് ചെക്ക് ചെയ്ത് ചെക്കപ്പ് നടത്തി എൻ്റെ അസുഖം ഉണ്ടെങ്കിൽ ചികിത്സ നേടണം. പിന്നെ എത്ര തന്നെ പറഞ്ഞാലും ചികിത്സ പ്രോപ്പറായി കിട്ടുന്നതും പ്രോപ്പറായി കൊടുക്കുന്നതും റിസർച്ചും ഗവേഷണത്തിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ചികിത്സ അല്ല, അല്ലെങ്കിൽ ഇതൊരു ഡോക്ടർ ഉണ്ടാകുന്ന ചികിത്സയല്ല. അതിൻ്റെതായ ഗവേഷണങ്ങളും റിസർച്ചും കണ്ടക്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പറായ ട്രയലൊക്കെ നോക്കിയിട്ട് എല്ലാവരും കൊടുക്കാൻ വേണ്ടി മാത്രമേ സമൂഹത്തിൽ കൊടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. ദർ ഇസ് ഗൈഡ് ലൈൻസ് ഉണ്ട്, പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ കുറച്ച് നിന്നാണ് ചികിത്സ പോകേണ്ടത്. ഒരിക്കലും ഒരു ഡോക്ടർ ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന ചികിത്സ ഇല്ലാതൊന്നും ഗൈഡ് ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ട് കുറെ ആൾക്ക് സയന്റിസ്റ്റിന് സംസാരിച്ച് നോക്കിയിട്ടാണ് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ഉറപ്പിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു സിംഗിൾ ഡോക്ടറുടെ തീരുമാനമല്ല ഒരിക്കലും. പിന്നെ ക്യാൻസർ ചികിത്സ ഒരിക്കലും ഒരു സിംഗിൾ ഡോക്ടറും അല്ല, ഒരു വലിയ ടീം വേണം അല്ലേ. സർജൻ വേണം, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് വേണം, കീമോ ആൾക്കാർ വേണം, പത്തോളജിസ്റ്റ് വേണം, റേഡിയോളജിസ്റ്റ് വേണം, ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് വേണം, പെറ്റ് സ്കാനിങ് ഡോക്ടേഴ്സ് വേണം, കൗൺസിലിംഗ് സ്റ്റാഫ് വേണം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് വേണം. ഇതെല്ലാം കൂടിയുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിന്റെ തീരുമാനത്തിലാണ് ചികിത്സ പോണത്. അപ്പോൾ അവിടെ ഒരാൾ മാത്രമേ തീരുമാനിക്കുന്നത്. കുറേ ആൾക്കാർ എഫേർട്ട് എടുത്തും അതുകൊണ്ട് നഴ്സിംഗ് വേണം, നഴ്സിംഗ് സ്റ്റാഫ് വേണം, അവരുണ്ടാകും, അതിന് ട്രെയിനിങ് വേറെ കൊടുക്കണം. അപ്പോൾ അവരൊരു പ്രോട്ടോകോൾ ഉണ്ട്, അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിക്കേഷൻ ഇല്ലാതെ കൊണ്ടാൻ പറ്റും. അപ്പോൾ ഈ ബ്രസ്റ്റ് ക്യാൻസറെ പറ്റി പറയാൻ കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത് അത് കാണിക്കാൻ വരില്ല. കാണിക്കാം ഈ ഇങ്ങനത്തെ പോലെ സോഷ്യൽ സ്റ്റിഗ്മാസ് ഉണ്ട്. സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്, ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. പിന്നെ അമ്മയാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അമ്മയ്ക്ക് ഉണ്ടാകുന്ന വേറെ പല പ്രശ്നങ്ങളുണ്ട്. അമ്മ എപ്പോഴും ചിന്തിക്കുന്നത് മക്കളൊക്കെ ബെസ്റ്റായി പോകണം, മക്കളൊക്കെ നന്നായിരിക്കണം, അല്ലെങ്കിൽ മക്കളെ വരെ ചിന്തിക്കാറുണ്ട് അല്ലേ. മക്കളുടെ കാര്യം ഫസ്റ്റ് പ്രയോറിറ്റി വയ്ക്കുക. അമ്മ എപ്പോഴും ഒന്ന് കോംപ്രമൈസ് ആക്കും. പക്ഷെ അത് തെറ്റാന്ന് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇപ്പോഴത്തെ ആധുനിക ലൈഫ് ഇപ്പോഴത്തെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുടെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നിങ്ങളുടെ ഹെൽത്തിനാണ് നിങ്ങൾ ഏറ്റവും വലുത്. മക്കളൊക്കെ എന്താ വെച്ചാൽ മക്കളെ നോക്കണം, കെയറൊക്കെ വേണം. നിങ്ങളുടെ സ്വന്തം ഹെൽത്ത് കോംപ്രമൈസ് ചെയ്തൊന്നും പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ ചികിത്സയ്ക്ക് പഴയ മാതിരത്തെ പോലെ ബുദ്ധിമുട്ടുള്ളതല്ല. അപ്പോൾ ബ്രസ്റ്റിന് ഓപ്പറേഷൻ ഞാൻ എന്താ ചെയ്യുക, ആ മുഴ എടുത്ത് കളയും, ബ്രസ്റ്റിലെ മുഴ എടുത്ത് കളയും, കക്ഷത്തെ കാലെടുത്ത് മാറ്റും. 3 days അഡ്മിഷനെ വേണ്ട, 3 ദിവസം എടുത്തി കഴിഞ്ഞാൽ 4ാമത്തെ ഡിസ്ചാർജ് ആയിരിക്കും. പിന്നെ കീമോ എടുക്കാൻ വരുമ്പോൾ രാവിലെ വന്ന് കീമോ എടുത്ത് വൈകുന്നേരം പോവാം. റേഡിയേഷൻ വന്നു പോകുന്ന കാര്യങ്ങളാണ്. റേഡിയേഷൻ ചികിത്സയും കീമോ ഒക്കെ ഔട്ട് പേഷ്യൻ്റ് കെയർ ആണ്. അതിനൊരിക്കലും അഡ്മിഷൻ്റെ ആവശ്യമില്ല. ഇങ്ങനത്തെ ഒരു ചികിത്സയ്ക്കും മടി കാണിക്കേണ്ട ആവശ്യമില്ല നടത്തും. പണ്ടത്തെ പോലെ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യാറില്ല. വന്ന് സർജറിയൊക്കെ വിത്തിൻ 3rd day ഡിസ്ചാർജ് ആക്കി വിടുന്നുണ്ട്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് കുറവാണ്, ബുദ്ധിമുട്ട് കുറവാണ്. ചികിത്സകളുടെ ഓരോ ദിവസവും പുതിയ ചികിത്സ വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ ഗവേഷണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചികിത്സ സൗകര്യം കുറെ കൂടിയിട്ടുണ്ട്. കോംപ്ലിക്കേഷൻസ് കുറവാണ്, പഴയ പോലെ പാർശ്വഫലങ്ങൾ കുറവാണ്. പണ്ടൊക്കെ എന്താ പറയാ, റേഡിയേഷൻ കൊണ്ടുപോയാൽ എന്താ പറയാം, കരിപ്പിക്കാൻ കൊണ്ടേന്ന് പറയാം. പല ആൾക്കാരും പറയാം അവിടെ കരിപ്പിക്കാൻ കൊണ്ടേന്ന് പറയും. കരിപ്പിക്കുന്നവരെ അങ്ങനെ ചികിത്സ അങ്ങനെയല്ല. നമ്മൾ ഹൈ എനർജി ഇലക്ട്രോൺസ് കൊടുക്കുക ചെയ്യുന്നത്, ഇലക്ട്രോൺസ് കൊടുത്ത് കോശങ്ങൾ നശിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കരിപ്പിക്കുന്ന പ്രശ്നമായിട്ടാണ് ചെവടി. ഇപ്പോൾ അങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാറില്ല. ആ കോശങ്ങൾ മാത്രം, ആ ക്യാൻസറിൻ്റെ കോശം മാത്രം നശിച്ചു പോകുന്നു. ബാക്കിയുള്ള ഭാഗത്തും വയറുള്ള ഭാഗത്തും കോംപ്ലിക്കേഷൻ വരില്ല, സേഫ് ആണെന്ന് അർത്ഥം. പിന്നെ മക്കളെന്ന് പറയും നമ്മോട് ക്യാൻസർ പറയാൻ പാടില്ല, ചികിത്സ എടുത്തോളി, ക്യാൻസർ എന്ന് അറിയിക്കാൻ പാടില്ല പല പേഷ്യൻസ്. അത് ശരിയാണോ?
അതാ പറയുന്നത്, എല്ലാ ആൾക്കും അറിയിക്കണം. നമ്മൾ ഒരിക്കലും മാസ്ക് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം ഞാനായാലും നിങ്ങളായാലും ഏതൊരാളായാലും അറിയിക്കണമാണ് എപ്പോഴും നല്ലത്. തൽക്കാലം ഒരു പേടിയൊക്കെ ഉണ്ടാവും, ഒരു ഭയം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, കരയും കുറച്ച്. പക്ഷെ ഒരാഴ്ച കൊണ്ട് എന്തെങ്കിലും ഒരു നോർമലായി മാറും. ദേ ആർ മോർ കറേജസ് ആയി മാറും അല്ലേ. ഇതിനടുത്ത് ചികിത്സ എടുക്കാൻ റെഡിയാവും, ധൈര്യം കാണിക്കും, കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ അക്സെപ്റ്റ് ചെയ്യും. ബിക്കോസ് ക്യാൻസർ അല്ലേ, നമുക്ക് ചികിത്സിക്കാൻ പറ്റുമോ. അല്ലെങ്കിൽ എന്താ പറയുന്നത്, എല്ലാ കാലത്തും ഇങ്ങനെ അറിവില്ല, അറിയാതെ കൊണ്ടേക്കൊണ്ട് എന്ത് പറയുമ്പോൾ പ്രശ്നമായിരിക്കും. അപ്പോൾ എപ്പോഴും കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് എപ്പോഴും നല്ലത്. ചികിത്സയും തുറന്നു പറയുന്നത് നല്ലത്. ചികിത്സ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത്, ഇങ്ങനെ ദിവസങ്ങൾ വേണം, എന്താണ് ഷെഡ്യൂൾ, എന്താണ് പ്രോട്ടോക്കോളൊക്കെ പേഷ്യനോട് പറഞ്ഞു കൊടുക്കുന്ന അവർ മനസ്സിലാക്കിയെടുക്കും. അവരതിന് തയ്യാറെടുപ്പെടുക്കും. അവർ ഓരോ ദിവസം വന്ന് കാണുന്നതായിരിക്കും. പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യും. അതിന് കോസ്റ്റും അതിന് ചിലവൊക്കെ കണ്ടുപിടിക്കും. പറയാതെ കൂടെ എപ്പോഴും അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ചിന്തിക്കാൻ പാടില്ല, പറയാതെ ചിന്തിക്കാനേ പാടില്ല. പല മക്കളും എന്ന് പറഞ്ഞ വാക്കുകളാണ്, അമ്മനെ ചികിത്സയെ കൊടുത്തോളുണ്ട് ഒന്നും അറിയിക്കരുത്. വേറെ പക്ഷെ മക്കളെന്ന് പറയും കീമോ കൊടുക്കരുത്, വേറെ എല്ലാം കൊടുത്തോളും. കീമോ കൊടുത്ത് ഞാൻ മുടി ഒഴിയും, അമ്മ ആ പ്രശ്നമാകുമ്പോൾ. അപ്പൊ ഇത് മക്കളുമാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ അമ്മയുടെ അസുഖം വന്നാലും മക്കളും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, അമ്മനൊന്നും അറിയിക്കാതെ ചികിത്സിക്കണം എന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയില്ല എന്നൊക്കെ ഓരോ തോന്നുകയാണ്. ഒരു ലേഡി വരുന്ന, ഒരു അമ്മ വരുന്ന നമ്മുടെ അടുത്ത്, മുഴുണ്ട്, ബയോപ്സി എടുത്തതിന് അമ്മയ്ക്ക് മനസ്സിലാവും ക്യാൻസർ എന്തോ ആണെന്നിട്ട് നമ്മള് തൽക്കാലം സമാധാനപ്പെടുത്തുകയാണ് അല്ലേ. അമ്മമാർക്ക് അച്ഛന്മാർക്ക് നമ്മളെ നല്ല ഐക്യമുണ്ട്, അവര് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു ലെങ്കിലും ശ്വാസകോശത്തിൽ മുഴുണ്ട്, ബയോപ്സി എടുത്ത് അവർ പറയും, ഡോക്ടർ പറയും നീർക്കെട്ട് അതൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു നിൽക്കും. അച്ഛനറിയാം അത് ക്യാൻസർ ആയിട്ടുണ്ടാവും, പലപ്പോഴും അച്ഛൻ ഉണ്ടായിരിക്കുന്നുണ്ടാവും. പക്ഷെ 90% ആൾക്കാർക്ക് അത് അറിയാം എന്താന്നൊക്കെ. അപ്പൊ നമ്മൾ അറിയില്ല എന്ന് പറയുന്നതൊക്കെ കുറേയൊക്കെ തെറ്റാണ്. നമ്മൾ ചിന്തിക്കുന്നതാണ് അറിയാതെ പോവാന്നൊക്കെ. പലർക്കും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവും ക്ഷമയൊക്കെ അവർക്കുണ്ട്. പലപ്പോഴും മക്കള് തിങ്ക് ചെയ്യുന്നതാണ് ഒന്നും അറിയില്ല എന്നുള്ളത്. അപ്പൊ അതും തെറ്റാണ്. എപ്പോഴും കാര്യങ്ങൾ പറയുക, സംസാരിക്കുക, ഡിസ്കസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുക, അതിന്റെ എല്ലാ കോംപ്ലിക്കേഷൻ പറഞ്ഞെടുക്കുക. അപ്പൊ ഒരു കോംപ്ലിക്കേഷൻ മുഴുവൻ പറയണമെന്നില്ല, ഒരു മേജർ കാര്യം പറഞ്ഞതിന് അവർ മനസ്സിലായി അവർ ചികിത്സ ചെയ്യുന്നുള്ളൂ. പിന്നെ അടുത്ത് വേറൊരു വളരെ കോമൺ ക്യാൻസർ ആണിത്. പിന്നെ മാമോഗ്രാഫി വേറൊരു വാക്ക് പറയാം. ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ മാർഗം എന്തൊക്കെയുള്ളത്? സ്വയം സ്തന പരിശോധന. നമ്മുടെ ഏറ്റവും സിമ്പിൾ കാര്യമാണ്. എല്ലാ മാസം ബ്രസ്റ്റ് സ്വന്തമായിട്ട് മാസമുറ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുക. ആ ദിവസം എല്ലാ മാസം നോക്കിക്കഴിഞ്ഞാൽ കല്ലിപ്പുണ്ടോ, മുഴണ്ടോ, കാര്യമുണ്ടോ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അത് ഏറ്റവും കാണിക്കേണ്ടത് ഏറ്റവും അടുത്ത ഡോക്ടറെ കാണിച്ചാൽ മതി. വീടിൻ്റെ അടുത്തുള്ള ഒരു ഗൈനക്കോളജിനെ കൊണ്ട് കാണിച്ചാൽ അവർ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. വേണമെങ്കിൽ ഒരു മാമോഗ്രാഫി എടുക്കാൻ പറയും. മാമോഗ്രാഫി എന്ന് പറഞ്ഞാൽ എക്സ്റേ എടുക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ടെസ്റ്റ് ഒന്നും അല്ല, സിമ്പിൾ എക്സ്റേ ഓഫ് ടെസ്റ്റ്. അതിൽ കല്ലിപ്പുണ്ടോ അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, കാൽസിഫിക്കേഷൻ ഉണ്ടോ അതൊക്കെ കാണാൻ പറ്റും. ഇറ്റ്സ് എ വെരി സിമ്പിൾ ടെസ്റ്റ് ആണ്. 2000 rupees കോസ്റ്റ് ഉണ്ട്. 40 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും ചെയ്യാം, ഇയർലി വൺസ്. 40 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം നല്ല 1.5 കൊല്ലം ചെയ്താൽ മതി. 1.5 years ഇടയ്ക്ക് സ്ത്രീകൾ ചെയ്ത് കഴിഞ്ഞാൽ 40 to 60 വരെ. 60 കഴിഞ്ഞ് പിന്നെ നമ്മളങ്ങനെ അഡ്വൈസ് ചെയ്യാറില്ല. സെൽഫ് എക്സാമിനേഷൻ സ്വന്തമായിട്ട് നോക്കുക, ഓർ ഇയർലി വൺസ് ഗൈനക്കോളജിനെ കാണിക്കുക. അപ്പൊ അതും അവർ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഫൈൻഡിങ്സ് ഉണ്ടോ. ബിക്കോസ് ഗൈനക്കോളജി പറയാൻ കാരണം വെച്ചാൽ സ്ത്രീകളിൽ കാണുന്ന ഈ ബ്രസ്റ്റ് ക്യാൻസർ മാത്രമല്ല, യൂട്രൈൻ ക്യാൻസർ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ബ്രസ്റ്റ് ആൻഡ് യൂട്രൈൻ ക്യാൻസറിന് എണ്ണവും തോന്നുന്നതിനും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗർഭാശയമുള്ള ക്യാൻസർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സർവിക്കൽ ക്യാൻസർ കുറയാൻ കാരണം എന്താവും? ഹൈജീൻ നല്ലതാണ്, ക്ലീൻനെസ്, നമ്മളുടെ ബെറ്റർ അവയർനെസ് ഉണ്ട്. ഗൈനക്കോളജി പാപ്സ്മിയർ എടുത്ത് നോക്കുന്നുണ്ട്. പാപ്സ്മിയർ എല്ലാം കേട്ടിട്ടുണ്ടാവില്ലേ? 30 വയസ്സ് കഴിഞ്ഞ് എല്ലാ സ്ത്രീകളും പാപ്സ്മിയർ എടുത്ത് നോക്കണം. ബിക്കോസ് ഗർഭാശയമുള്ള ക്യാൻസർ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എവരി 3 years നോക്കിയാൽ മതി. ഇതൊക്കെ ഇപ്പൊ എല്ലാ ഹെൽത്ത് സെന്ററിലും സൗകര്യമുണ്ട്, ചെയ്യാൻ സൗകര്യമുണ്ട്, ചെയ്ത് തരുന്നതായിരിക്കും. ഇറ്റ്സ് എ വെരി സിമ്പിൾ ടെസ്റ്റോടാണ്. ഇത് വെച്ച് നമുക്ക് കുറെ കാര്യം അറിയാൻ പറ്റും. ഈ മാമോഗ്രാഫി പേടിക്കും. പലരും മാമോഗ്രാഫി എടുക്കുമ്പോൾ വേദന ഉണ്ടെന്ന് പറയും. ചെറിയൊരു പെയിൻ ഉണ്ടാവും എടുക്കുമ്പോൾ. പക്ഷെ അതുകൊണ്ടൊന്നും ആ വേദന സിമ്പിൾ പെയിനേ ഉള്ളൂ, അത് പേടിക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്യേണ്ടത് എവരി 1.5 years. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ ഒരു 1.5 കൊല്ലം കഴിയുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് 60 വയസ്സ് വരെ. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സെൽഫ് എക്സാമിനേഷനും അൾട്രാസൗണ്ടും മതി. അൾട്രാസൗണ്ട് എടുത്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊരു സിമ്പിൾ കാര്യമാണ്. ഇതിൽ നമുക്ക് ഞാനത് മുഴുവൻ മാമോഗ്രാഫി എടുക്കുന്നതും പറയില്ല. സെൽഫ് എക്സാമിനേഷൻ സ്വന്തമായിട്ട് എല്ലാം നോക്കാമല്ലോ, അതൊരു സിമ്പിൾ കാര്യമല്ലേ. ഒരു ഇയർലി വൺസ് ഒരു ഗൈനക്കോളജി കാണിക്കാനൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഈ രണ്ടും ചെയ്യാൻ പറ്റും. പിന്നെ ചില വീടുകളിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ എണ്ണം കൂടുതലായിരിക്കും. അവിടെ അമ്മയ്ക്ക് ഉണ്ടാവാം, അനിയത്തിമാർക്ക് ഉണ്ടാവാം, മക്കൾക്ക് ഉണ്ടാവാം. അപ്പൊ അതൊരു 5 to 7% ഫാമിലി അങ്ങനെ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് പ്രത്യേകമായ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം ഉണ്ട്. അതിൽ പോയി പങ്കെടുത്തതിൽ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന പ്രോട്ടോകോൾസ് ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റും. അവർക്ക് പ്രത്യേക ചികിത്സാ രീതികളുടെ അഡ്വൈസ് അവൈലബിൾ ആണ്. ഇപ്പൊ ജീൻ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാലൊക്കെ മാറി എന്തായി, ഇപ്പോൾ ക്യാൻസർ കണ്ടുപിടിച്ചാലും ജീൻ നോക്കണം, ജീനോമിക്സ് നോക്കും. എന്ത് ജീനാണ്ടാണ് അസുഖം വരുന്നത്, ആ സൗകര്യം
എല്ലായിടത്തും ഉണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിലാണ് കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പണ്ട് കാലത്ത് ഇല്ലായിരുന്നു. ഇപ്പോൾ ജീനോമിക്സ് മുഴുവൻ നോക്കിയിട്ട് പറഞ്ഞത് ഈ ജീനോ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ കാണേണ്ടത്, അതിൻ്റെ ഭാഗമായിട്ട് ഈ അസുഖം വന്നത് പറഞ്ഞത്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആ ലെവലിൽ ട്രീറ്റ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സയൊക്കെ മോളിക്കുലർ ലെവലാണ്. നമ്മൾ കാണുന്ന മാതിരി ചികിത്സയല്ല. ജീനോമിക്സ് നോക്കിയിട്ടാണ് ചികിത്സ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ സൗകര്യം കൊണ്ട് ഇന്ന് ഇവിടെ തന്നെ കിട്ടാനുണ്ട്. അതുകൊണ്ട് ക്യാൻസറിൻ്റെ കണ്ടുപിടിക്കേണ്ട മാർഗ്ഗങ്ങൾ കുറേയധികം ഇന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്തൊരു ക്യാൻസറാണ് വൻകുടലിലെ ക്യാൻസർ. വൻകുടലിലെ ക്യാൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ്സ് എ ലോങ് പീരീഡ് ആണ്. അത് തുടങ്ങിയിട്ട് ഒരു 5-10 കൊല്ലം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിന് സമയമുണ്ട് നമുക്ക്. അപ്പോൾ അത് യൂഷ്വലി എങ്ങനെ കണ്ടുപിടിക്കാം? സാധാരണ മലം പോകുമ്പോൾ കറുത്തത് കാണാം, മലത്തിൽ ബ്ലഡ് കാണാം, വയറ് സ്തംഭിച്ചുകൊണ്ടിരിക്കുക, ഓൾട്ടേഡ് ബവൽ ഹാബിറ്റ്സ് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നല്ല മോഷൻ പോകും, ലൂസ് മോഷൻ ആവും, ചിലപ്പോൾ മോഷൻ പോവാതെ ആവും. ഇങ്ങനെ ഫ്രീക്വൻ്റ്ലി വന്നു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഇങ്ങനെ ഇഷ്യൂസ് വരാം. പല കാരണങ്ങളുണ്ട്. അതൊരു കാരണം ഈ അസുഖമാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ വളർച്ച കൂടുതൽ കാണാം. ഇതൊക്കെ കാണുമ്പോഴും വൻകുടലിലെ ക്യാൻസർ സസ്പെക്ട് ചെയ്യണം. സാധാരണ കാണുന്നത് 40 വയസ്സ് കഴിഞ്ഞ് 30-35 കഴിഞ്ഞിട്ട് കാണാറുള്ളൂ. പക്ഷേ ഇന്ന് കേരളത്തിൽ ഇപ്പോൾ 25-20 ഇയേഴ്സിലൊക്കെ ഈ അസുഖം കാണുന്നുണ്ട്. പല കാരണങ്ങളാണ് കാരണമായി പറയുന്നത്. പല പല കാരണങ്ങളുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിലെ ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ചെറുപ്പകാലത്തെ ലൈഫിൽ ഡിഫറൻറ്റിനായിരുന്നു. നമ്മളെല്ലാം അന്നത്തെ സ്കൂളിൽ നടന്നു പോകണം അല്ലേ? മാക്സിമം സൈക്കിളല്ലേ ഉള്ളൂ, നടന്നു പോകണം. കുറേയധികം വീട്ടിലെപ്പോഴും പച്ചക്കറി സാധനങ്ങൾ കൂടെ ഉണ്ടാവാം. ചക്ക, മാങ്ങ, പച്ചക്കറിയൊക്കെ ധാരാളം ഉണ്ടാവും. ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ തന്നെ കുറേ ഫ്രൂട്ട്സുകൾ ഉണ്ടാവും. അതെടുത്ത് കഴിക്കും. അന്നത്തെ ലൈഫും ഇതും ലൈഫും കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഇപ്പം നമ്മൾ നടത്തില്ല, ഉടനെ വണ്ടി എടുക്കുന്നു, സ്ഥലത്തിൽ പോകുന്നു. പിന്നെ ഇപ്പോൾ എല്ലാം കൊണ്ടും ടോട്ടലി ഡിഫറെൻറ്റ് ലൈഫാണ്. ആ കാലത്തെ ലൈഫായിട്ട് കമ്പാരിസണേ ഇല്ല. അത് കാണാനും പറ്റില്ല. നമുക്ക് നാട്ടിൽ പോലും കാണാൻ പറ്റില്ല. ഇപ്പോൾ ആ ലൈഫിൻ്റെ സുഖങ്ങളൊക്കെ ആ കംഫർട്ടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ ഓവറോൾ ലൈഫിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുഡ് ഇഷ്ടംപോലെ കിട്ടാനുണ്ട്, പല പല ഫുഡ് ഐറ്റംസ് ഉണ്ട്. എന്നാലും പഴയ കാലത്ത് നാച്ചുറൽ ഫുഡ് നമുക്കില്ല. നാച്ചുറൽ ഫുഡിൻ്റെ ആ ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം പോയി നമുക്ക്. ഇപ്പോൾ വി ആർ ടേക്കിംഗ് എവറിത്തിങ് ഈസ് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടിരുന്നു, പുറത്തെടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നെ ഫാസ്റ്റ് ഫുഡിന് കുറേ കൂടി, അതിൽ കുറേ കെമിക്കൽസ് ആഡ് ചെയ്യും, അഡൾട്രേഷൻ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഭാഗമായിട്ട് എന്തോന്നും അറിയില്ല. നമുക്ക് യൂഷ്വലി ഈ അസുഖങ്ങളെല്ലാം കൂടുന്നുണ്ട്. ക്യാൻസർ മാത്രമല്ല, കാർഡിയാക് ഡിസീസ്, ഡയബറ്റീസ്, അതേപോലെ തന്നെ ബ്രെയിൻ അറ്റാക്ക്, ഇതെല്ലാം കൂടുന്നുണ്ട്. അതിൻ്റെ പോലെ തന്നെ ക്യാൻസറിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. പിന്നെ ക്യാൻസറിൻ്റെ എണ്ണം കൂടെ ഒരു കാരണം നമ്മുടെ ഏജിങ് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക. പണ്ട് കാലത്തെ പോലെ ഇപ്പോൾ നമ്മൾ 70 years ago ധാരാളം പേരുണ്ട്. ഇപ്പോൾ കാർഡിയാക് ഡിസീസൊക്കെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി സെറ്റിലാക്കി കൊടുക്കും. ബാക്കി പല പല അസുഖങ്ങളും കൊണ്ടുവന്ന് ഇൻഫെക്ഷൻ ഡിസീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ ഹെൽത്ത് ഓവറോൾ ഹോസ്പിറ്റൽ സൗകര്യങ്ങളുണ്ട്, ട്രീറ്റ്മെൻറ്റ് സൗകര്യങ്ങളുണ്ട്, പലതും പ്രിവെൻറ്റീവ് ആയിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഏജിങ് പോപ്പുലേഷൻ കൂടി, 80-85 ആൾക്കാർ ധാരാളമുണ്ട്. അവിടെ വരുന്നൊരു അസുഖം ക്യാൻസർ എത്തിപ്പെടും. അതൊരു കാരണമാണ് അതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ വേറെ അടുത്തൊരു ക്യാൻസർ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓറൽ ക്യാൻസറാണ്. ഓറൽ ക്യാൻസറും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു 25 കഴിഞ്ഞാൽ എല്ലാവരും ഇയർലി വൺസ് ENT ഡോക്ടറെ കാണിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും വ്രണങ്ങൾ ഉണ്ടാവുക, വിട്ടുമാറാത്ത വ്രണങ്ങൾ ഉണ്ടാവുക അത് ഉണങ്ങൂല, അത് നിൽക്കും. അപ്പോഴാണ് നമുക്ക് അത് തടയും, പെട്ടെന്ന് നാവിൽ തടയുന്നതായിരിക്കും, തടഞ്ഞു കിട്ടും നമുക്ക്. അത് കൊണ്ട് ഡോക്ടറെ കാണിച്ച് അതിലും സ്റ്റാർട്ടിങ് പോയിന്റിൽ വേദന ഉണ്ടാവില്ല. ഈ വേദന ഇല്ലെങ്കിൽ അത് കാണിക്കില്ല. പെയിൻ ഉണ്ടെങ്കിൽ ഉടനെ കാണിക്കാൻ വരും. ഈ വേദന ഇല്ലാത്ത വ്രണങ്ങൾ ഉണ്ടാകുമ്പോൾ അന്നേരം കാണിച്ചാലാണ് ഏഡി സ്റ്റേജ് കിട്ടുന്നത്. അപ്പോൾ കൊടുത്തതിന് പ്രോപ്പർ ചികിത്സ കൊടുക്കാൻ സൗകര്യമുണ്ട്. പിന്നെ ഉള്ളത് അടുത്ത് പറയുന്നത് ഗർഭാശയക്കുള്ള ക്യാൻസറാണ്. ബിക്കോസ് അത് സ്റ്റാർട്ടിങ് സെർവിക്കൽ ക്യാൻസർ, നമുക്ക് യൂട്രസിനുള്ളിൽ എല്ലാം പുറത്ത് കിട്ടുന്ന ഭാഗത്തു നിന്നാണ് ക്യാൻസർ വരും. അപ്പോൾ അവിടെയുള്ള ക്യാൻസർ വരുമ്പോൾ മാസം വരെ കഴിഞ്ഞിട്ടും ബ്ലീഡിങ് ഉണ്ടാവുക. ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ് പിന്നെയും ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ സ്പോട്ടിങ് വരിക, കൂടുതൽ ഡിസ്ചാർജ് വരിക. ഇതൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും അതിന് വേദന ഉണ്ടാവില്ല. സ്റ്റാർട്ടിങ് എനിത്തിങ് വിച്ച് ഇസ് പെയിൻലെസ്, വേദന ഇല്ലാത്ത കാര്യങ്ങൾ കാണിക്കാൻ പോവില്ല. അപ്പോഴാണ് നമ്മൾ അതൊരു അടുത്ത ഗൈനക്കോളജിസ്റ്റ് കാണിച്ചാൽ അവർ പറഞ്ഞ് നോക്കി തരും. അപ്പോൾ ഇയർലി വൺസ് എപ്പോഴും ഗൈനക് ചെക്കപ്പ് എടുക്കുകയാണ് ഞാൻ സ്ത്രീകളുടെ അഡ്വൈസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. ബിക്കോസ് ഇയർലി വൺസ് അത് ചെയ്യാവുന്നേ ഉള്ളൂ. ഗൈനക്കോളജിസ്റ്റ് എല്ലാം അടുത്തുണ്ടാവും, അവർ പോയി കാണിച്ചാൽ അവർ ബ്രസ്റ്റിൻ്റെ കാര്യം ഗൈനക്കൊക്കെ നോക്കി പറഞ്ഞു തരും. അതൊരു നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളുടെ സ്ത്രീകളുടെ ക്യാൻസറുകൾ കുറേ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എനിത്തിങ് വിച്ച് ഇസ് ഒരു മാസം മുറ ഉണ്ടാവുന്നുണ്ട്, അതിനിടയ്ക്ക് ബ്ലീഡിങ് വരിക, സ്പോട്ടിങ് വരിക, അത് എപ്പോഴും പോയി കാണിക്കണം. ബിക്കോസ് യൂട്രൈൻ ക്യാൻസർ ആകെ അറിയുന്നത് ബ്ലീഡിങ്ങിലൂടെ അറിയുന്നത്, കൂടുതൽ ബ്ലീഡിങ് വരിക. അപ്പോൾ അത് കണ്ടുപിടിച്ചാൽ എന്താ 100% ക്യൂറബിൾ ആണ്. നേരത്തെ കണ്ടുപിടിച്ചാൽ യൂട്രസ് എടുത്ത് കളഞ്ഞാൽ 95% ആൾക്കാർക്ക് വേറെ അസുഖം വരും. ഈ 3 ക്യാൻസർ നാലെണ്ണം പറഞ്ഞ് ബ്രസ്റ്റ്, സെർവിക്സ്, കൊളോണിക് ക്യാൻസേഴ്സ്, ഓറൽ ക്യാൻസർ, ഈ 4 നമ്മൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും.
50 വയസ്സ് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു കൊളോണോസ്കോപ്പ് എടുക്കുക. 50-55 വയസ്സ് കഴിഞ്ഞാൽ ഒരു കൊളോണോസ്കോപ്പ് എടുക്കുക. റിപ്പീറ്റ് എവറി 10 years. അപ്പൊ അത് വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമല്ല. ഇപ്പൊ എല്ലായിടത്തും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്. അപ്പൊ അത് സിമ്പിൾ കാര്യങ്ങളാണ്. 55 വയസ്സ് ചെയ്താൽ മതി. ആദ്യം അതൊന്നും ചെയ്യാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്തു പോയാൽ കുറെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ലക്ഷണങ്ങൾ ഉണ്ടാവും, ചെറിയ ചെറിയ ലക്ഷണങ്ങൾ. വിട്ടുമാറാ ചുമ വരുന്നു, ബ്ലീഡിങ് ഉണ്ടാവുന്നു, എന്തെങ്കിലും വെയിറ്റ് വളർച്ച വരുന്നു, വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഭയങ്കര ക്ഷീണം വരുന്നു. ഇവിടേക്കൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും അലർട്ട് ആവണം. വി ഹാവ് സം പ്രോബ്ലം ഈസ് ഗോയിങ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നാറുണ്ട്. കുളിച്ച് വെട്ടിക്കൊണ്ടിരിക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അറിഞ്ഞു പോവുക. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സിംറ്റം പുറത്ത് വരുമ്പോൾ നമ്മൾ സിമ്പിൾ മരുന്ന് വാങ്ങി കഴിക്കാതെ ഒരു ഡോക്ടറെ കണ്ടത് ആവശ്യമായ എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് നോക്കണം. പലപ്പോഴും എൻഡോസ്കോപ്പി പറഞ്ഞാൽ പതുക്കെ ആൾക്കാർ മുമ്പെന്നായിരിക്കും വരുന്നത്. ഡോക്ടറെ എന്തെങ്കിലും മരുന്ന് എഴുതി കാട്ടുന്ന പറയും. എന്നോട് ഞാൻ എപ്പോഴും സ്ഥിരം പറഞ്ഞാൽ എൻഡോസ്കോപ്പി ഡോക്ടർ മരുന്ന് എഴുതി നമുക്ക് കഴിക്കാന്ന് പറയും. ബിക്കോസ് ജനങ്ങൾക്ക് എന്താ വെച്ചാൽ ഫാസ്റ്റ് ലൈഫാണ്, സമയമില്ല തന്നെയാണ് സത്യം. ആർക്കും 5 മിനിറ്റ് ഇപ്പോഴൊക്കെ എത്തിപ്പെട്ടു എനിക്കറിയില്ല. സമയം ആൾക്കാരില്ല, ആൾക്കാരെല്ലാം ഓടിക്കൊണ്ടേയിരിക്കുകയല്ലേ. അപ്പോൾ എന്ത് പറഞ്ഞാലും അവർ ഓടിക്കൊണ്ടേയിരിക്കും അല്ലേ. അവർക്ക് എന്തെങ്കിലും മേജർ ഇഷ്യൂ വരണം, ഒന്നെങ്കിൽ നടക്കാൻ വയ്യാതെ ആവണം, വേദന വരണം, ഉറക്കല്ലാതെ ആവണം, അപ്പോൾ ഓടിയെത്തും. ഉറക്കമില്ലാതെ പ്രശ്നമാണ് ആൾക്കാർക്ക്. ഉറക്കമില്ലാതെ അപ്പോൾ കുറച്ച് ആൾക്കാർ ഓടിയെത്തും. ഒന്നെങ്കിൽ ഉറക്കമില്ലാതെ വരിക, വേദന വരിക, നടക്കാൻ ബുദ്ധിമുട്ട് വരിക. ഈ 3 കാര്യത്തിൽ ആൾക്കാർ എത്തുള്ളൂ. ബാക്കി ആൾക്കാർ ഒരിക്കലും എത്തൂല. അപ്പൊ ഇത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ വേൾഡ് ക്യാൻസറുടെ എല്ലാ കൊല്ലം February 4th ഉണ്ടാവാറ്. February 4th is വേൾഡ് ക്യാൻസർ ഡേ ആണ്. എന്തിനാണ് ഉണ്ടായത്? ബേസിക്കലി ജനങ്ങളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തുക, ക്ലാസ് എടുക്കുക, അവയർനെസ് പ്രോഗ്രാം വയ്ക്കുക, ഡിറ്റക്ഷൻ ക്യാമ്പ് കണ്ടക്ട് ചെയ്യുക, ഈ ക്യാൻസർ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, ലക്ഷണങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കുക. അതിന്റെ ഭാഗമായിട്ട് ആൾക്കാരെ അറിയിച്ചാൽ നേരത്തെ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തും. ഇപ്പൊ ഈ കൊല്ലത്തെ തീം എന്ന് വെച്ചാൽ ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. ക്യാൻസറിന്റെ ചികിത്സയുടെ എവിടെയൊക്കെ ഡിഫക്റ്റുകൾ ഉണ്ടോ അതെല്ലാം കറക്റ്റ് ചെയ്യാം. സമൂഹത്തിലെ പ്രശ്നങ്ങളായിരിക്കാം, മിഥ്യധാരണകളായിരിക്കാം, കണ്ടുപിടിക്കാൻ സൗകര്യങ്ങളായിരിക്കാം, സ്ക്രീനിങ് പ്രോഗ്രാം ആയിരിക്കാം, ഡയഗ്നോസ്റ്റിക് പ്രോഗ്രാം ആയിരിക്കാം, കണ്ടുപിടിക്കുക സ്റ്റേജിങ് വർക്കപ്പ്, CT സ്കാൻ, PET സ്കാൻ, അതിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം, ട്രീറ്റ്മെന്റ് പ്രശ്നങ്ങളായിരിക്കാം, ഫോളോ അപ്പിൽ പ്രശ്നങ്ങളായിരിക്കാം, റീഹാബിലിറ്റേഷൻ ആയിരിക്കാം, പാലിയേറ്റീവ് കെയർ ഇഷ്യൂസ് ആയിരിക്കാം. ഇവിടെയുള്ള എല്ലാ ഇഷ്യൂസും കറക്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഈക്വൽ കെയർ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക എന്നാണ് തീം. അതിനുവേണ്ടി പോകുന്ന ഒരാൾ ഡോക്ടർ കേസ് നടക്കില്ല. അതിന് സമൂഹം മുഴുവൻ ചിന്തിക്കണം അല്ലേ. സമൂഹം മുഴുവൻ ചിന്തിക്കണം. എല്ലാ ഹെൽത്ത് അതോറിറ്റീസ് തിങ്ക് ചെയ്യണം. അങ്ങനെ അതാണ് എയിം അതാണ്. അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഈക്വൽ ചികിത്സകൾ, ആധുനിക ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് ഒരു എയിം ഉള്ളത്. ഈ എയിമിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എപ്പോഴും ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ഇതൊരു എങ്ങനെ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ? പലരും ക്യാൻസർ ഇല്ലാതാക്കാൻ പറ്റുമോ? ക്യാൻസർ എന്താ ഇല്ലാതാക്കാൻ പറ്റില്ല. എന്തായാലും ലോകത്ത് ക്യാൻസർ ഉണ്ടാവും. പക്ഷെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും, കുറയ്ക്കാൻ, ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. ബിക്കോസ് കോശങ്ങൾ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരും, കോശങ്ങൾക്കെതിരെ മ്യൂട്ടേഷൻ സംഭവിക്കും, ജനിതകമാറ്റം ഉണ്ടാവും. അപ്പോൾ അതൊരു പ്രോസസ് തന്നെയാണ്. അത് 100% തടയാനൊന്നും കഴിയില്ല. പക്ഷെ നമ്പർ കുറയ്ക്കാൻ പറ്റും, ഇൻസിഡൻസ് കുറയ്ക്കാൻ പറ്റും, നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഒരു സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ള പറയാൻ കാരണം 2-3 ഇഷ്യൂസ് ഉള്ളത്. നേരത്തെ കണ്ടുപിടിച്ച ചികിത്സ കോസ്റ്റ് കുറവാണ്. ഒരു അസുഖം നേരത്തെ കണ്ടുപിടിച്ചാൽ കോസ്റ്റ് കുറവാണ്. അത് ചികിത്സ 6 മാസം കഴിയും. അത് നോർമൽ ലൈഫ് ഉണ്ട്, ഔട്ട്കം ഉണ്ട്. എന്തെങ്കിലും വെസ്റ്റേൺ കൺട്രീസിന്റെ ഡെവലപ്പ് ചെയ്തെന്താ, വെസ്റ്റേൺ കൺട്രീസിന്റെ 70% ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നത്. ബിക്കോസ് സ്ക്രീനിങ് പ്രോഗ്രാം അവിടെ ടൈറ്റ് ആണ്, സ്ട്രിക്റ്റ് ആയി ഇംപ്ലിമെന്റ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും അവർ. നമുക്കവിടെ സ്ക്രീനിങ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് പോപ്പുലേഷൻ ഈസ് ഭയങ്കര ഹൈ ആണ്, വളരെ ഹെട്രോജിനസ് പോപ്പുലേഷൻ ആണ്. അപ്പോൾ സ്ക്രീനിങ് പ്രോഗ്രാം ഇവിടെ നടക്കുന്ന കാര്യമല്ല. നമുക്ക് ചെയ്യാവുന്ന സിമ്പിൾ കാര്യങ്ങളെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. ഇയർലി വൺസ് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാം, ഒരു ENT ചെക്കപ്പ് കാണിക്കാം, ഓർ സ്വയം സ്ഥാനപരിശോധന നടത്തിക്കൊണ്ടിരിക്കാം. എന്തെങ്കിലും കാര്യം സിമ്പിൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പോവാം. അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നേരത്തെ കണ്ടുപിടിച്ചാൽ കോസ്റ്റിംഗ് കുറവാണ്, ചെലവ് കുറവാണ്, ചികിത്സകളും സിമ്പിളാണ്. അഡ്വാൻസ് സ്റ്റേജ് നമ്മൾ എല്ലാ ചികിത്സയും വേണം. ലോങ് ടേം ട്രീറ്റ്മെന്റ് ആണ്, 1 year, 2 year, 3 years ട്രീറ്റ്മെന്റ് പോയിക്കൊണ്ടിരിക്കുക. കാലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വേൾഡ് ക്യാൻസർ എത്തിക്കേണ്ടി, വേൾഡ് ക്യാൻസർ ഈ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ പൗരന്മാർക്കും ഈക്വലായ കെയറും അതും ആധുനിക ശാസ്ത്രീയമായി കണ്ടുപിടിച്ച ചികിത്സ കൊടുക്കാൻ എല്ലാവർക്കും എത്തിക്കുക എന്നതാണ്. അതിന് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, സമൂഹത്തിലുള്ള സിസ്റ്റം ഉണ്ടാക്കുക, ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കുക, അവയർനെസ് ഉണ്ടാക്കുക. ഇതിന്റെ ഭാഗമായിട്ടാണ് വലിയ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത്.
ഇനി ഞാൻ കുറേ അധികം പറയുന്നില്ല. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാൻ വേണ്ടി ഞാൻ കുറെ സംസാരിച്ചല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയാം, എല്ലാവർക്കും ഡൗട്ടുകൾ ഉണ്ടായി, കുറെ ഡൗട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഒരു ഓപ്പൺ സെഷൻ വെക്കാം. എൻ്റെ പേര് MC രാഘവൻ. സാറ് പറഞ്ഞ മാതിരി 70 വയസ്സായി. എനിക്ക് സംശയം എന്താ വെച്ചാൽ എൻ്റെ ജ്യേഷ്ഠന്മാർ 2 പേരും ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഏഴാം ക്ലാസ് പഠിക്കുന്ന എൻ്റെ രാമദാസേട്ടൻ മരിച്ചത്. സുധാരേട്ടൻ മരിച്ചിട്ട് ഒരു 5 വർഷം. അപ്പോൾ സാറ് പറഞ്ഞു 70 വയസ്സ് കഴിഞ്ഞാലാണ് ഇത് പൊട്ടിപ്പുറപ്പെടി അത് വരിക എന്നൊക്കെ പറഞ്ഞൊരു പേടി. അപ്പൊ എനിക്ക് 1 ഒത്താൽ 3 ഒക്കണമെന്നാണ്. അപ്പൊ എനിക്കും അത് വരുമ്പോൾ പേടി. അപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എവിടെ പോയിട്ട് അത് ടെസ്റ്റ് ചെയ്യണം? പിന്നെ ഞാൻ ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ വളർന്നതാണ്. എൻ്റെ ഭാര്യ മെഡിക്കൽ കോളേജ് സ്റ്റാഫായിരുന്നു. എൻ്റെ മകൾ IMCHൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തു. അവർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാം, പക്ഷെ അവരോടൊന്നും ഞാനിത് പറഞ്ഞിട്ടില്ല. അപ്പോൾ സാറ് അതിന് മറുപടി പറഞ്ഞു തരണം. ഞാൻ എവിടെ വരണം ടെസ്റ്റ് ചെയ്യാൻ, ആ മാമോഗ്രാഫ് ടെസ്റ്റ് ചെയ്യാൻ? നല്ല ക്വസ്റ്റ്യൻ നല്ലതാണ്. അവരെ സ്വന്തമുള്ള ഹിസ്റ്ററി പറഞ്ഞത്. ക്യാൻസർ എന്ന സംഭവം ആർക്ക് വേണ്ടി വരാമെങ്കിലും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാതെ എല്ലാ ക്യാൻസറും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് കണ്ടുപിടിക്കാന്ന് ഒന്ന് വൻകുടലിലെ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇയാളുടെ കേസിൽ കൊളോണോസ്കോപ്പി എടുത്ത് നോക്കാൻ പറ്റും. എന്തെങ്കിലും കംപ്ലീറ്റ് എക്സാം ചെയ്ത് എന്തെങ്കിലും മുഴകളോ കല്ലിപ്പുകളോ കൊണ്ട് ചോദിക്കാൻ പറ്റും. അവിടെ ഹിസ്റ്ററി എടുത്ത് എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. ഒരു ENT ചെക്കപ്പ് ചെയ്യാൻ പറ്റും. ENT കണ്ടുപിടിച്ചിട്ട് ഓറൽ ക്യാൻസർ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. എൻഡോസ്കോപ്പി എടുത്ത് നോക്കാൻ പറ്റും. ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കാൻ പറ്റും. ഒരു എക്സ്റേ എടുക്കാൻ പറ്റും. ഇത്രയും കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൽ പ്രോസ്റ്റേറ്റ് നോക്കാൻ വേണ്ടി PS നോക്കാൻ പറ്റും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ 70 years കഴിഞ്ഞാൽ കൂടുന്നുണ്ട്. ഇത്രയും ടെസ്റ്റുകൾ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ അതിൽ കുറെ കാര്യങ്ങളെ കിട്ടുള്ളൂ. അല്ല 100% നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. തീർച്ചയായും അലേർട്ടായി നിൽക്കുക. എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ടെസ്റ്റ് നോക്കുക. അപ്പൊ ഇത്രയും PS നോക്കാം, എക്സ്റേ എടുക്കാം, അൾട്രാസൗണ്ട് എടുക്കാം, കൊളോണോസ്കോപ്പി എടുത്ത് നോക്കാം, ENT കാണിക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കാം. ഭയം ഒഴിവാക്കാം. എന്താ കണ്ടു കഴിഞ്ഞാൽ വീട് നല്ല ഹെൽത്തിയാണ്, അസുഖമൊന്നും ഉണ്ടാവില്ലായിരിക്കും. നമസ്കാരമുണ്ട്. ഡോക്ടർ പറഞ്ഞല്ലോ, ശരീരത്തിലെ എല്ലാ കലകളെയും എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന്. എന്തുകൊണ്ട് നമ്മുടെ ഹാർട്ടിന് മാത്രം ഈ ക്യാൻസർ വരുന്നത്? അതൊന്നും ഡോക്ടർ. ഈ ക്യാൻസർ ഉണ്ടാവണമെങ്കിൽ കോശങ്ങളെ ഡിവൈഡ് ചെയ്യണം. സെൽ ഡിവിഷൻ നടക്കണം. കോശങ്ങളെ എല്ലാ കോശങ്ങളും ഡിവൈഡ് ചെയ്യുന്നുണ്ട് എക്സെപ്റ്റ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽ കോശങ്ങൾ ഡിവൈഡ് ചെയ്യാറില്ല. അത് സ്റ്റാറ്റിക് ആണ്. അതൊരിക്കലും വന്നു കഴിഞ്ഞാൽ അതേ മരുന്ന് കാണിക്കുന്നത്. അവിടെ കാർഡിയാക് മസിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഫിക്സഡ് സെല്ലുകളാണ്, പെർമനന്റ് സെല്ലുകളാണ്. ബാക്കി എല്ലാ ലിവർ ആയാലും ഓവറിയൊക്കെ കോശങ്ങൾ ഡിവിഷൻ നടക്കുന്നുണ്ടോ. ഈ കോശങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ജനിതക മാറ്റമാണ്, സെൽ ഡിവിഷൻ ഉണ്ടാവുന്ന ജനിതക മാറ്റമാണ് ക്യാൻസർ ഉണ്ടാകാൻ കാരണം. സെൽ സൈക്കിൾ ഇല്ലേ, പണ്ട് പഠിച്ച സെൽ സൈക്കിൾ ഓർമ്മ ഉണ്ടോ? S phase, G1 phase, G2 phase ബയോളജി പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് എല്ലാ കോശങ്ങളും നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നടക്കുന്നത് മജ്ജയിലാണ്, പിന്നെ വൻകുടലിലാണ്, ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്റ്റിലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. ഓവറിയിലാണ്, അണ്ടാശയത്തിലാണ്. ഇവിടെ കോശങ്ങൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ബ്രസ്റ്റിലെ കോശങ്ങൾ എല്ലാ മെൻസ്ട്രൽ സൈക്കിളും ബ്രസ്റ്റിലെ കോശങ്ങൾ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് ഈസ് എവിടെയൊക്കെ കോശങ്ങൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെയാണ് ക്യാൻസർ വരിക. കാർഡിയാക് മസിൽ ഒരിക്കലും സൊല്യൂഷൻ ഇല്ല, അതുകൊണ്ടാണ് അവിടെ ഉണ്ടാവാത്തത്. അതെ, ഭർത്താവിൻ്റെ പെങ്ങള് മെഡിക്കൽ കോളേജിലാണ് കിടക്കുന്നത്. അപ്പോൾ അവർക്ക് യാതൊരു തകരാറും ഇല്ലായിരുന്നു. നല്ലോണം ഭക്ഷണം കഴിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ 50-50 വയസ്സുണ്ട്. വർത്താനം പറയാത്തൊരു കുട്ടിയാണ്. പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല, വയറിൽ തന്നെ ഛർദി. പിന്നെ ഭക്ഷണം കഴിക്കാതെ 1 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ കഴിക്കാതെയായിട്ട് പിന്നെ കഞ്ഞീൻ്റെ വെള്ളം നേർമേക്ക് കൊടുക്കും. അത് ഇവിടെ തെറ്റെത്തും. അവിടെ നിന്ന് ഇങ്ങോട്ട് ഛർദിക്കും. ഒരു വെള്ളവും
വയറിലേക്ക് എത്തുന്നില്ല. അപ്പം മെഡിക്കൽ കോളേജിൽ എല്ലാ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോഴും ഇത് ഓപ്പറേഷൻ ചെയ്യാൻ ആ കുടലിലാണ് തരാറ്. ചെയ്യാനുള്ള ഒരു ഇതല്ല, മിണ്ടാത്ത കുട്ടിയെ കൊണ്ട്. അപ്പോൾ ഡോക്ടർമാരെ കഴിവിൻ്റെ പരമാവധി ഒരു പരിശ്രമിച്ച് എന്നിട്ടിപ്പോൾ എന്തോ ഒരു സഹായം ഇറക്കിയിട്ട് ആ കുടൽ വികസിപ്പിക്കുകയാണ്. അതൊരു 3-4 പ്രാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മനസ്സിനൊരു ടെൻഷൻ. അപ്പോൾ എന്തായിരിക്കും അത് എന്നുള്ള ഡോക്ടറോട് ഒരു സംശയം ഞാൻ ചോദിക്കും. പറഞ്ഞ പ്രകാരം വയറ് ബ്ലോക്ക് ആയിട്ടുണ്ട്, ആമാശയം ബ്ലോക്ക് ആയിട്ടുണ്ട്. പല കാരണങ്ങളുണ്ട്. സ്ട്രിക്ചറുകൾ ഉണ്ടാവാം, ക്യാൻസർ അല്ലാതെ അസുഖങ്ങൾ ഉണ്ടാവാം, ക്യാൻസറുകളും ഉണ്ടാവാം. സ്ട്രിക്ചറാണ് ഞാൻ കൊണ്ട് മനസ്സിലാവും. സ്ട്രിക്ചർ അസുഖമായിരിക്കാം, അതിന്റെ ഭാഗമായിരിക്കും സ്ട്രിക്ചറായിട്ട് അവിടെ ബ്ലോക്ക് വന്നിട്ടുണ്ടാവും. അത് ഡയലറ്റേഷൻ ചെയ്യുന്നതാണ്. ക്യാൻസർ ആവാൻ സാധ്യത കുറവാണ്. വേറെ ഇത് ക്യാൻസർ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സർജറി ചെയ്യാം, ഓപ്പറേഷൻ ചെയ്യും, കീമോ എല്ലാം കൊടുക്കും. ഇവിടെ കീമോ ഒന്നും കൊടുക്കുന്നില്ല. അവർ മോസ്റ്റ് പ്രോബബ്ലി ക്യാൻസറിന് അസുഖം ആവില്ല. എനിക്ക് ഒരു 6 കൊല്ലം മുമ്പേ അപ്പീസ് മറന്ന സൂക്കട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ബാബു അതേ സൈഡിൽ അത് വന്നിട്ട് ഇപ്പോൾ 6 കൊല്ലം കഴിഞ്ഞ്. പിന്നെ അതിൻ്റെ എന്താണെന്ന് അറിയില്ല, ലേശം ടൈറ്റായിട്ടുള്ള ഡ്രസ്സും ബ്ലൗസും ഒന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കഴിച്ചിട്ടോ പിന്നെ ഭയങ്കര ചൊറിച്ചലാണ്. അത് എന്തുകൊണ്ടാണ്? വളരെ സിമ്പിൾ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഹെർപ്പിസ് സോസ്റ്റർ ആണ്. ഹെർപ്പിസ് സോസ്റ്റർ പറഞ്ഞാൽ പണ്ട് ചിക്കൻ പോക്സ് ഉണ്ടായില്ലേ, അതിന്റെ നമ്മൾ വയസ്സാകുമ്പോൾ രണ്ടാമതും ചില നാടികളിൽ അതിൻ്റെ ഒരു ഹെർപ്പിസ് വൈറസ് വരുന്നതായിരിക്കും. ചെറിയ കുമിട ഉണ്ടാവും. ആ ഒരു പ്രത്യേക ഡെർമറ്റോമൻ ഉണ്ടാവും, ഇവിടെ മാത്രം അവിടെയും വരും. പക്ഷേ അത് ഹെർപ്പിസ് സോസ്റ്റർ ആണ്. ഹെർപ്പിസ് സോസ്റ്റർ എന്ന് പറഞ്ഞാൽ ചിക്കൻ പോക്സ് അല്ല. അതിലൊരു ലേറ്റർ കുറെ കഴിഞ്ഞാൽ ഈ വൈറസ് ഇവിടെ കിടക്കുന്നുണ്ടാവും. ബോഡി ഒന്ന് വീക്ക് ആകുമ്പോൾ പൊങ്ങി വരും. അതായത് അത് കഴിഞ്ഞ് 2 ആഴ്ച കൊണ്ട് മാറിപ്പോകും. ഡയബറ്റിക് പേഷ്യൻ്റാണ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്, ക്യാൻസർ പേഷ്യൻ്റ് വരാൻ സാധ്യതയുണ്ട്. ഇതിനെന്ത് സംഭവിച്ചാൽ ഇത് വന്നു കഴിഞ്ഞാൽ നാടിനെ ബാധിക്കുന്നതുകൊണ്ടാണ് വേർക്കുമ്പോഴും തുണിയായിട്ടുമ്പോഴും ചൊറിച്ചിലുണ്ടാവും. അത് നോർമൽ സംഭവമാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നോർമലാണ്. എന്താണ് PCOD ഉണ്ടെങ്കിൽ ക്യാൻസർ ആവുമെന്ന് പറയുന്നു. PCOD ക്യാൻസറിന് സാധ്യത വളരെ കുറവാണ്, വളരെ കുറവാണ്. ഇല്ലാന്നെ ചിന്തി. PCODയിൽ ആൾക്കാർ എപ്പോഴും നോർമൽ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാം വേണം. അതുകൊണ്ട് മാത്രമായിട്ട് ക്യാൻസർ കൂടില്ല. ഈ ക്യാൻസർ ഹെറിഡിറ്ററി ആണെന്ന് പറയുന്നത് ശരിയാണോ? ക്യാൻസർ 100 ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ 5 to 7% ആൾക്കാർക്ക് ഫാമിലിയിലാണ്, ഹെറിഡിറ്ററി ആണ്. അവിടെ ഒരു ഫാമിലി തന്നെ പല ആൾക്കാരും ക്യാൻസർ ഉണ്ടാവും. ഇപ്പൊ യൂഷ്വലി യങ് ഏജിൽ ഉണ്ടാവും. 40 വയസ്സ് താഴെ തന്നെ ക്യാൻസർ വരിക, പല ആൾക്കാരും ക്യാൻസർ വരിക. എസ്പെഷ്യലി ബ്രസ്റ്റ്, ഓവറി, വൻകുടൽ, പാൻക്രിയാറ്റിക് ക്യാൻസർ, യൂട്രൈൻ ക്യാൻസർ. ഈ 4 ക്യാൻസറിനോടെ ക്ലസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രത്യേക ജീൻ കൊണ്ടാണ്. ആ പ്രത്യേക ജീൻ അവർ ഫാമിലിയിൽ ഉണ്ടാവും. അവർക്ക് പ്രത്യേക ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കണം. അവിടെ ഏറ്റവും ആദ്യം ആൾക്ക് ക്യാൻസർ വന്ന് നോക്കുക. 20 ഇയേഴ്സിന് വന്നിട്ടുണ്ടെങ്കിൽ 15 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം സ്ക്രീനിങ് പ്രോഗ്രാം. കാരണം ഏർലി ഇൻഡെക്സ് കേസാണ് ഏറ്റവും ആദ്യം വന്ന ആളാണ്. ഏറ്റവും യങ് ഏജ് വന്ന ആളെക്കാളും 5 കൊല്ലം മുന്നേ ക്യാൻസർ സ്ക്രീനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് അത് കണ്ടുപിടിക്കാൻ ആശ്രമം നടത്തണം. ഇന്നിപ്പോൾ അതിനെ ജീനി കണ്ടുപിടിക്കാൻ സൗകര്യമുണ്ട്. ബ്ലഡ് എടുത്ത് അയച്ചാൽ മതി, കണ്ടുപിടിക്കാൻ പറ്റും. ഈ ബ്രെയിൻ ക്യാൻസറിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ബ്രെയിൻ ക്യാൻസർ സാധാരണ കൂടുതൽ കാണുന്നത് കൊച്ചുങ്ങളിലാണ്. 10 വയസ്സ് താഴെയുള്ള കൊച്ചുങ്ങളിലായിട്ട് നമുക്ക് കാണാം. പിന്നെ കുറച്ച് കഴിഞ്ഞ് 50 വയസ്സും കഴിഞ്ഞ് കാണാം. ഇനി ഏജിൽ ഉണ്ടാവാം. ഏറ്റവും കൂടുതൽ കാണുന്നത് കൊച്ചുങ്ങളിലെ കാണാം. ഇനി ഏത് വയസ്സിലുണ്ടാവാം. യൂഷ്വൽ സിംറ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്ക് വന്നാൽ ബ്രെയിന് വികസിക്കാൻ സൗകര്യമില്ല. ഇപ്പോൾ മുഴ വന്നു കഴിഞ്ഞാൽ തലവേദന ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും, ഹെഡ് ഏക്കിന് വൊമിറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. പിന്നെ അത് വല്ലാതെ കൂടി കഴിഞ്ഞപ്പോൾ കണ്ണിന് ബുദ്ധിമുട്ട്, കണ്ണിൻ്റെ അടഞ്ഞു പോവാം, അപസ്മാരം വരെ ഉണ്ടാവാം, നടക്കാൻ ബുദ്ധിമുട്ടാക്കാം, കൈ പോകാതാക്കി മാറ്റാം. ഏത് മാർഗങ്ങളും മറവി ഉണ്ടാവുന്നത് കുറവാണ്. അതുണ്ടാവാം. അബ്നോർമൽ ബിഹേവിയർ മാറിക്കൊണ്ട് നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. ഫ്രോണ്ടൽ ലോബിലാണെങ്കിൽ ബിഹേവിയർ മാറുന്നതായിരിക്കും, സ്വഭാവം മാറുന്നതായിരിക്കും. ചില വേറൊന്നും ഉണ്ടാവില്ല, പേഷ്യന്റ് പെട്ടെന്ന് സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു. MRI എടുത്ത് നോക്കുമ്പോൾ ട്യൂമർ ഉണ്ടാവും. പല
പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് ബ്രെയിൻ ഫംഗ്ഷൻ അവിടെയൊക്കെ ബാധിക്കും. എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ തൊണ്ടയ്ക്ക് ഒരു അടപ്പ് വന്നിരുന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ട്. ഞാൻ നല്ല എഫേർട്ട് എടുത്തിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. പക്ഷെ പുറമേ ഉള്ളവർക്ക് അത് വളരെ പതുക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പിന്നെ എനിക്ക് ഇവിടെ ഒരു സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഇതുണ്ടായിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ അപ്പോൾ ഒരു വേദന വന്നു ഈ ഭാഗത്ത് വേദന വന്നത് മാത്രമല്ല, അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ രാജൻ സർജൻ ഉണ്ട് ഞങ്ങളുടെ അടുത്ത്, അങ്ങനെ കാണിച്ചു. അപ്പോൾ പറഞ്ഞു സ്കാൻ ചെയ്യണം. ഒന്ന് രണ്ട് സ്കാനൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒടുവിൽ അവർ മൂന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചു. ഇവിടെ ഇങ്ങനെ ഒരു മുഴയുണ്ടായിരുന്നു, ഇപ്പോഴും കുറച്ചൊരു ഇതുണ്ട്, പക്ഷെ അത് വേദനയൊന്നുമില്ല. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, അവസാനം പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, വിറ്റമിൻ ഡി, കാൽഷ്യം അത് കഴിക്കാൻ പറഞ്ഞു, ഏജ് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒരു ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ഏജ് റിലേറ്റഡ് ആണെന്ന് സമാധാനിച്ചിരിക്കുകയാണ്. മക്കൾ 2-3 ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു, വിശേഷമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ആ ഏജ് റിലേറ്റഡ് ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് അതിൻ്റേതായ ഇതിൽ വരുമല്ലോ, ആ ഒരു ധൈര്യത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ അത് എന്താണെന്ന് ഇനി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണോ എന്നൊരു സംശയം ഡോക്ടറോട് ചോദിക്കുകയാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ. അമ്മ കുറെ ഒരു ഇഷ്യൂ വന്ന് കുറെ ടെസ്റ്റ് ചെയ്ത് നോക്കി, വന്നിട്ടില്ല, ഡയഗ്നോസ് ആയിട്ടില്ല. പക്ഷെ അമ്മ പറയുമ്പോഴും കുറച്ച് സ്ട്രെയിൻ ഉണ്ട്, എഫേർട്ട് ഉണ്ട് അല്ലേ. സാധാരണ പറഞ്ഞാൽ പുള്ളി എഫേർട്ട് ഇടുന്നുണ്ട്. മീൻസ് എനിക്ക് തോന്നുന്നു എല്ലാ ടെസ്റ്റ് ചെയ്ത് എൻഡോസ്കോപ്പി ചെയ്തിട്ടുണ്ടാവും, CT സ്കാൻ എടുത്തിട്ടുണ്ടാവും, ENT ഡോക്ടർ നോക്കിയിട്ടുണ്ടാവും, എല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ENT സ്പെഷ്യലിസ്റ്റ് ആണ് ഈ തൊണ്ട ഏറ്റവും നോക്കുന്ന ആൾക്കാർ. അവർ എൻഡോസ്കോപ്പി ഇട്ട് നോക്കും, ലാരിഞ്ചോസ്കോപ്പി നോക്കും, CT സ്കാൻ ചെയ്ത് നോക്കും, ചില കേസ് MRI ടെസ്റ്റ് എടുത്ത് നോക്കും. ഇതിലൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ മസിൽ ബോൺ, ഇതൊക്കെ മസിലാണ്, ഈ സൗണ്ട് ഉണ്ടാക്കുന്നത് മസിലാണ്. ഈ മസിലൊക്കെ നാച്ചുറലി ഏജ് കൂടുമ്പോൾ എല്ലാ മസിലും വീക്കാവും. അതേമാതിരി നമ്മളെ എല്ലാ സ്ഫിൻക്ടറും വീക്കാവും. അത് നമ്മൾ വൻകുടലും ചെറുകുടലൊക്കെ വീക്കാവും. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ മനസ്സിലായത് ഡീജനറേറ്റീവ് ചേഞ്ചസ് എല്ലായിടത്തും വരും. അപ്പൊ അത് കുറയ്ക്കാനുള്ള മാർഗം എന്താണ്? നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. സംസാരിക്കാതെ പിന്നെയും കുറെ മോശമായി ചെയ്യാം. പിന്നെ വൈറ്റമിൻസ് കഴിക്കാം, ന്യൂറോപാൻ കഴിക്കാം, കാൽസ്യം കഴിക്കാം. ഇതൊക്കെ ബേസ് നല്ലതായിരിക്കും. എല്ലാ ഇയറിലും ചെക്ക് എന്തായാലും ഇയർലി വൺസ് ഒരു ENT ഡോക്ടറെ കാണിക്കുന്ന എപ്പോഴും നല്ലതാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മെന്റൽ സ്ട്രഗിളുള്ള ആൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരാളാണ്. കാരണം എന്താ പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടി ചെന്നൈയിൽ വർക്ക് ചെയ്യാൻ പോയതാണ്. അപ്പം ബൈക്ക് ആക്സിഡൻറ്റിൽ അവൻ എല്ലാ ചലനങ്ങളും നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് അച്ഛനും അമ്മയും ഇവിടുന്ന് നോക്കാൻ പോയതാണ്, ചികിത്സിക്കുന്നിടത്ത് നോക്കാൻ പോയതാണ്. അപ്പോൾ അവിടുന്ന് ചികിത്സിച്ച് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ തിരിച്ചു വരികയാണ്. ഈ അമ്മ തിരിച്ചു വരുമ്പോൾ അവൾക്ക് ഒരു മുഴയുണ്ടായിരുന്നു. ഹസ്ബൻഡിനോട് പറയാൻ പേടിയായിരുന്നു. പേടിയെന്നല്ല, ഈ ഒരു അത്യാവശ്യത്തിൻ്റെ പുറത്ത് ഞാൻ എങ്ങനെയാണ് ഹസ്ബൻഡിനോട് ഇത് പറയുക, അവരെ കൂടെ വിഷമിപ്പിക്കുക എന്നുള്ള രീതിയിൽ അത് വെച്ചുകൊണ്ടിരുന്നു. അവസാനം പറയാതിരിക്കാൻ വയ്യാത്ത അവസ്ഥ വന്നപ്പോൾ എന്നോട് ഒരു ദിവസം ഇത് പറയുകയുണ്ട്, ചേച്ചി ഇങ്ങനത്തെ ഒരു അബദ്ധം വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അത് നേരിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകേണ്ട ഒരവസ്ഥ വന്നു. ക്യാൻസറാണ്, അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ കീമോതെറാപ്പിയൊക്കെ ചെയ്ത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മെൻ്റൽ സ്ട്രഗിൾ അല്ലാതെ അവരുടെ ഫാമിലിയിൽ ഒരു പ്രോബ്ലവും ഇല്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മെന്റൽ സ്ട്രഗിൾ കൊണ്ട് ക്യാൻസർ വരാൻ സാധ്യത വളരെ കുറവാണ്, ഉണ്ടാവില്ല. വേറെ എന്തോ കാരണമായിരിക്കും അവർക്ക് ഉണ്ടാവുള്ള നേരത്തെ ഉണ്ടായിരിക്കും. മെന്റൽ സ്ട്രഗിൾ കൊണ്ടൊന്നും ക്യാൻസർ കോശങ്ങളുടെ ജനിതകമാരുണ്ടാകാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് മാറാം, നമ്മുടെ വെതർ കൊണ്ട് മാറാം, നമ്മളെ വായു മോശമായി കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാം, എയർ പൊല്യൂഷൻ ഉണ്ടാക്കാം.
പുകവലി കൊണ്ട് ഉണ്ടാക്കാം. വീട്ടിൽ ഞാൻ പുകവലിച്ച അമ്മയ്ക്കും മക്കൾ അനിയന്മാർക്കൊക്കെ ക്യാൻസർ കിട്ടാം. ഇപ്പോൾ പാസീവ് സ്മോക്കിംഗ് ഉണ്ട്. സ്മോക്കിംഗ് ഇപ്പോഴും കേരളത്തിൽ നല്ലുണ്ട്, സ്മോക്കിംഗ് കുറഞ്ഞിട്ടൊന്നുമില്ല. സ്മോക്കിംഗ് ആണ് ഏറ്റവും വൺ ഓഫ് ദ തിങ് വി ക്യാൻ നമുക്ക് മാറ്റാൻ പറ്റും, പുകവലി ഒഴിവാക്കാൻ പറ്റും. എസ്പെഷ്യലി വീട്ടിൽ നിന്നുള്ള പുകവലി എന്തായാലും ഒഴിവാക്കണം. ബിക്കോസ് വീട്ടിൽ നിന്ന് പുകവലിച്ചാൽ എനിക്ക് മാത്രമേ കിട്ടാം, ചുറ്റുപാടെല്ലാവരും കിട്ടും. അപ്പോൾ പുകവലി ഒരാളെ ഈ ദൂരത്ത് പോയി എവിടെ പോയി വലിച്ചാലും ബുദ്ധിമുട്ട് തന്നെയാണ് സറൗണ്ടിങ്സിന് കിട്ടുന്നത്. അപ്പോൾ പുകവലി ഒഴിവാക്കണം എപ്പോഴും നല്ലൊരു കാര്യം, ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം നടത്താതെ പുകവലി ഒഴിവാക്കണം. അത് ക്യാൻസറിന്റെ കുറവാണ്. പക്ഷെ അതിലും നമ്മള് കുറെ പ്ലാസ്റ്റിക് കവറുകളും അല്ലെങ്കിൽ വേറെ സാധനം വിറകല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കാം. പലതും ഉപയോഗിക്കാം. പല സാധനം കിട്ടുമല്ലോ, അതൊക്കെ വെച്ച് കത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. സാധാരണ വിറകിൽ നിന്നുണ്ടാവുന്ന പുകയിൽ നിന്നാൽ ഇൻസിഡൻസ് വളരെ കുറവാണ്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കെമിക്കൽസോ അതൊക്കെ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വരാം. പണ്ട് എന്താ പറയാൻ ഒരു കാര്യം മാറ്റേണ്ട ഒത്തിരി മാറ്റം വന്നു വെച്ചാൽ ഈ ലങ് ക്യാൻസർ സ്ത്രീകളിൽ കൂടിക്കൊണ്ടിരിക്കും. പണ്ട് ലങ് ക്യാൻസർ കൂടുതലും കണ്ടിരുന്ന പുരുഷന്മാരെ കണ്ടിരുന്നു. ഇപ്പൊ ലങ് ക്യാൻസർ സ്ത്രീകളിലാണ് കൂടുന്നുണ്ട്. മേ ബി ഒരു കാരണം എയർ പൊല്യൂഷൻ ആയിരിക്കും. പുരുഷന്മാർക്കുണ്ട്, പക്ഷേ സ്ത്രീകളിലാണ് കൂടുന്നുണ്ട്. എയർ പൊല്യൂഷൻ ഇന്ത്യയിൽ മുഴുവൻ കൂടുന്നു, മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മെട്രോസിലൊക്കെ എയർ പൊല്യൂഷൻ കൂടുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും വെസ്റ്റേൺ കൺട്രീസിനും അവിടെ ഒരു ക്യാൻസർ പ്രധാന കാരണം എയർ പൊല്യൂഷനാണ്. അപ്പോൾ ലോകം എത്രത്തോളം പുരോഗമിക്കുന്നോ അതിനനുസരിച്ച് പൊല്യൂഷനും കൂടുന്നു. അപ്പോൾ രണ്ടൊരു പ്രൊപ്പോർഷനേറ്റ് ആണ്. നമ്മൾ പുരോഗമിക്കുന്നു, അതേമാതിരി വേറെ ഇഷ്യൂസ് അതിന് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ബാലൻസ് കൊണ്ടുപോകാൻ ഭയങ്കര പണിയായിരിക്കും. ഈ സ്ട്രെസ് കൊണ്ട് ഉണ്ടാകുന്ന ക്യാൻസർ, സ്ട്രെസ് കൊണ്ട് വേറെ പ്രശ്നങ്ങളുണ്ട്. സ്ട്രെസ്സിൻ്റെ ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പോകില്ല. അത് വേദന കാരണം വേറെ ഒരു ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ സ്ട്രെസ് മാത്രമായിട്ട് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയില്ല. ക്യാൻസർ ഉണ്ടാകാൻ പറയുന്നത് ഒന്ന് നമ്മൾ പുകവലി, മദ്യപാനം ക്യാൻസർ ഉണ്ടാക്കില്ല. അമിത മദ്യപാനം, ഭക്ഷണത്തിലുണ്ടായ മാറ്റങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ടായ മാറ്റങ്ങൾ, റേഡിയേഷൻ എക്സ്പോഷർ, പല ഇൻഡസ്ട്രി വരുന്നു, പല നമ്മുടെ മൊബൈൽ ടവർ വരുന്നു. പിന്നെ ഓവറോൾ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് റേഡിയേഷൻ എക്സ്പോഷർ ജനറലി കൂടിയിട്ടുണ്ട്, ഭൂമി തന്നെ കൂടുന്നുണ്ട്. പ്ലസ് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഫുഡ് പൊല്യൂഷൻ, കെമിക്കൽസ് ആഡ് ചെയ്യുന്നു, അഡൾട്ടറി ചെയ്യുന്നു, പല കളറിങ് ഏജൻസ് ആഡ് ചെയ്യുന്നു. പിന്നെ ഇൻഡസ്ട്രിയിലൈസ്, പെയിന്റ് ഇൻഡസ്ട്രി, ഇവിടെയൊക്കെ പലപ്പോഴും കെമിക്കൽസ് ഡെയിലി ടച്ച് ചെയ്തുകൊണ്ടാണ് ഇഷ്യൂസ്. അനിലിൻ ടൈസ്, ആസ്ബെസ്റ്റോസ് എക്സ്പോഷർ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ക്യാൻസർ ഉണ്ടാവാം. വേറെ ഒന്ന് വൈറസ് കൊണ്ട് എക്സാമ്പിൾ ഹ്യൂമൻ പാപ്പിലോമ, HPV വൈറസ് ഉണ്ട്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അങ്ങനെയാണ് ഗർഭാശയത്തിലെ ക്യാൻസർ ഉണ്ടാവാൻ കാരണം. ഓറൽ ക്യാൻസർ കാരണം HPV ഉണ്ട്. അതിന് വാക്സിൻ ഉണ്ട് ഇപ്പോൾ. ഈ HPV വാക്സിൻ ശരിക്കും പറഞ്ഞാൽ <15 years, 15 വയസ്സ് താഴെയുള്ള എല്ലാ പെൺകുട്ടികളും എടുക്കണമെന്നാണ് പറയുന്നത്. അത് എടുത്തു കഴിഞ്ഞാൽ 100% ഒരു 90% ഗർഭാശയത്തിലെ ക്യാൻസർ ഇല്ലാതാക്കാൻ പറ്റും. HPV വാക്സിൻ എടുക്കാൻ പറ്റിയത്. ഇപ്പോൾ അത് അടുത്ത കൊല്ലം കൂടി ഗവൺമെന്റ് അത് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. HPV വാക്സിൻ എല്ലാ നമ്മുടെ വാക്സിനേഷൻ പ്രോഗ്രാം വരാൻ പോവുക. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ വീട്ടിൽ പോയി ചെയ്യാൻ പറ്റിയ പുകവലി ഒഴിവാക്കാം, ഡിസിപ്ലിൻ ലൈഫ് ലീഡ് ചെയ്യാം, ബാലൻസ് ഡയറ്റ് കഴിക്കാം, റെഡ് മീറ്റ് കുറയ്ക്കാം, ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ മിക്സ് ചെയ്തിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാം, ഫൈബർ കൂടുതൽ ഭക്ഷണം കഴിക്കാം. അതാണ് ഈ പല ഉപ്പേരികളൊക്കെ ഉണ്ടാക്കാം. അതിന്റെ ഭാഗമായിട്ട് ക്യാൻസറിനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ഫിഷ് എപ്പോഴും നല്ല, ഫിഷ് എപ്പോഴും പ്രൊട്ടക്റ്റീവാണ്. ഫിഷ് ആന്റി ഓക്സിഡന്റ് കൂടുതലാണ്, ക്യാൻസർ പ്രൊട്ടക്റ്റീവാണ്. ഇതൊന്നും കെമിക്കൽസ് ഉണ്ടാകാൻ പാടില്ല, നല്ല ഫിഷ് വേണം. അപ്പൊ അങ്ങനത്തെ ഫുഡിൽ കുറെ കാര്യങ്ങൾ ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ ചെയ്യാറ്.